നമ്മൾ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് 21 കോടി മുസ്ലിങ്ങളുണ്ട്. 21 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ 21 കോടി മുസ്ലിങ്ങളിൽ 3 കോടിയിൽ താഴെ മാത്രമാണ് നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ കണക്ക്. കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിം പോപ്പുലേഷൻ വെറും 2 കോടി മാത്രമാണ്, അതല്ലെങ്കിൽ 3 കോടിക്ക് താഴെ. ബാക്കി 18 കോടി 19 കോടിയും കേരളക്കരക്ക് പുറത്ത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ മാർഗം, ഒരു സച്ചരിതമായ ഒരു പാന്താവ് നമ്മുടെ മുമ്പിലുണ്ട്. മഹാന്മാരായ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് കൂടി കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു മഹത്തരമായ ഒരു കഥ നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾക്ക് 4 വയസ്സാകുമ്പോഴേക്ക് 5 വയസ്സാകുമ്പോഴേക്ക് അവരുടെ കൈ പിടിച്ചിട്ട് മദ്രസ അങ്കണത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മുടെ വല്യപ്പന്മാർ, നമ്മുടെ രക്ഷിതാക്കൾ കൊണ്ടുപോകാറുണ്ട്. എന്നാൽ കേരളക്കരക്കപ്പുറത്തേക്ക്, കേരളത്തിന്റെ അതിർത്തികൾ കടന്നപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളും അവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും വളരെ സങ്കടകരമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിലെ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനിനെ അറിഞ്ഞു തുടങ്ങിയെന്നാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഖുർആനിനെയും അല്ലാഹു ആരാണ് എന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഇസ്ലാം കാര്യം 5 ആണ് എന്നും ഈമാൻ കാര്യം 6 ആണ് എന്നും അവകൾ അറിയൽ നിർബന്ധമാണ് എന്നും ചെറുപ്രായത്തിലെ നമ്മൾ പാടിയും പറഞ്ഞും നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരാണ്. എന്നാൽ 21 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ വെറും 3 കോടി മുസ്ലിങ്ങൾ മാത്രമുള്ള കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, ബഹുഭൂരിഭാഗം 18 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉത്തരേന്ത്യയിലും കേരളമല്ലാത്ത സംസ്ഥാനങ്ങളിലും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ എന്താണെന്ന് അറിയാത്ത, ഫാത്തിഹ പോലും ഓതാൻ അറിയാത്തവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടരുത്. അതൊരു ആലങ്കാരിക പ്രയോഗമല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ചെന്ന് പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ കിതാബ് ഹേ എന്നാണ് അവരുടെ മറുപടി. അത് കേവലം ഒരു പുസ്തകം മാത്രമാണ്. അത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറയാൻ പോലും അറിയാത്ത, അത്ര പോലും മതചിട്ടയില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, അത്ര പോലും മതപരമായി ഉയർന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെയാണ്, അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ തെന്നിന്ത്യയിലെ അത്യുന്നത മതബോധിക സമന്വയ വിദ്യാഭ്യാസമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാദിയ ആ കൂട്ടായ്മ സംഘടിപ്പിച്ച് നടത്തിയിരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ പ്രസംഗിച്ചപ്പോഴും പ്രസംഗത്തിന് മുമ്പ് നമ്മുടെ കാരണങ്ങൾ ആ വിഷയം നമ്മോട് സൂചിപ്പിച്ചപ്പോഴും വലിയ സന്തോഷമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി കാണണം. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. എന്റെ ഈ സംസാരം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ ഒരു 2000 നമ്മുടെ ഈ മക്തബുകൾ, ഈ മദ്രസകൾ തുടങ്ങുമ്പോൾ പുങ്കനൂരിൽ ഒരൊറ്റ മദ്രസയിൽ 17 മക്കളെ വെച്ചാണ് നമ്മൾ ഇത് ആരംഭിച്ചത് എങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് 2675 മദ്രസകളിൽ കേരളത്തിന്റെ പുറത്ത് 1,33,000 ചില്ലറയും ആളുകൾ ഈ സേവനത്തിൽ നിന്ന് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? നമ്മൾ കൊടുക്കുന്ന 500 രൂപ, നമ്മളൊരു വിദ്യാർത്ഥിക്ക് കണക്കാക്കിയത് 500 രൂപയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഏറ്റെടുത്തതാണെങ്കിലോ ഒരു വലിയ വില്ലേജാണ്, ഒരു ഗ്രാമമാണ്. 50,000 രൂപ 100 കുട്ടികൾക്കുള്ള ചിലവ് മുഴുവനായി നമ്മുടെ ഈ നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നിയ്യത്ത് നന്നാക്കണം മുഅ്മിനീങ്ങളെ. നിങ്ങൾ എന്ത് നിയ്യത്ത് വെച്ചാണോ അത് നൽകിയത്, ആ നിയ്യത്ത് അല്ലാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും. കാരണം ഭൂമി ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര ഏതെന്ന് ചോദിക്കുമ്പോൾ യതീമുകൾക്കുള്ള സ്വതന്ത്രയാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അഫ്ളു സ്വദഖതി തഹ്ത അദീമിസ് സമാ, ആകാശത്തിനടിയിലെ ഏറ്റവും വലിയ സ്വതക്ക അയ്യതഅല്ലമൽ മുസ്ലിമു ഇൽമ, ഒരു മുസ്ലിം ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന, അതല്ലെങ്കിൽ അതിനു വേണ്ടി നൽകുന്ന സ്വതക്കയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആസാമിലേക്കൊന്ന് പോരണം, നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കൊന്ന് കടന്നു വരണം,
അവിടുത്തെ ഗലികളിലൂടെയും അവിടുത്തെ ചെറിയ വഴിയോരങ്ങളിലൂടെയും തെരുവോരങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എന്താണെന്ന് അറിയാത്തത് 10 വയസ്സായ കുട്ടിക്കല്ല. 60ഉം 70ഉം 80ഉം വയസ്സായ വൃദ്ധന്മാർ 80 കൊല്ലമായി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇന്നേ വരെ ഒരു സുജൂദ് ചെയ്യാൻ കഴിയാത്തയാണ്. പേരിന്റെ കൂടെ വലിയ നീളമുള്ള പേരുകളാണ്. ഇസ്ലാം എന്നും ഈമാൻ എന്നും ചേർത്ത് വെച്ച ഒരുപാട് പേരുകൾ, കേൾക്കുമ്പോൾ മനോഹരമായി തോന്നുന്ന പേരുകൾ. എന്നാൽ അള്ളാഹ് ആരാണെന്നറിയാതെ, പരിശുദ്ധമായ ഖുർആൻ എന്താണെന്നറിയാതെ, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സറിഞ്ഞൊരു സുജൂദ് ചെയ്യാൻ കഴിയാൻ ഇൽമില്ലാത്ത, അറിവില്ലാത്ത ഒരു കൂട്ടരെ നമ്മൾ അവിടെ ഒരുമിച്ചിരുത്തി അവർക്കാണ് അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോ വാക്ക് കൊടുക്കാൻ സംവിധാനങ്ങളില്ല. നിസ്കരിക്കുന്നുണ്ട്, അവരിൽ പലരും നിസ്കരിക്കുന്നവരാണ്. അവർ നിസ്കരിക്കുന്ന ഭാഗങ്ങൾ അവിടെ പോയി കണ്ടവർ പങ്കുവെച്ചത് എങ്ങനെയെന്ന് അറിയുന്നു പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ. അവരുടെ കന്നുകാലികൾ വിസർജിക്കുന്ന വിസർജനം അവർ നിലത്ത് മുഴുവൻ പരത്തിയിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ നെറ്റിവെച്ച് നമസ്കരിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അവിടെയാണ് മക്തബുകൾ തുടങ്ങി. ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഒരു തലയിലൊരു തൊപ്പിയിട്ടുകൊണ്ട്, ഒരു മഫ്ത ധരിച്ചുകൊണ്ട് ആൺമക്കളും പെൺമക്കളും കൂട്ടം കൂടി നടന്നു പോകുന്ന ആ വഴിയോരങ്ങൾ നിങ്ങൾ അവിടെ പോയി കാണുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചെയ്ത സ്വതഖ അത് ചെറുതല്ല എന്ന് പറയാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ പേരിൽ, ഗുണത്തിന്റെ പേരിൽ പരസ്പരം സഹായിക്കണേ എന്ന് പറഞ്ഞു. ഈ നാട് അതിന് കാണിച്ച ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ മഹൽ അതിന് കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ഒരു മക്തബിൽ നിന്ന് തുടങ്ങി ഇന്ന് 2675 മക്തബുകൾ എത്തുമ്പോൾ 16 സ്റ്റേറ്റുകളിൽ നമ്മുടെ ഈ ഹാദിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 16 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നങ്ങ് തുടങ്ങി കർണാടകയിലും അസാമിലും ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഉത്തർപ്രദേശിലും എല്ലാ മേഖലകളിലും നമ്മുടെ ഈ ഹാദിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതിൽ ഒരു ഭാഗവാക്കാകാനാണ് നിങ്ങൾക്കൊക്കെ സാധിച്ചത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് ഇത് നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ലോകത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും മരണപ്പെട്ടു പോയിട്ടും ഒരുപാട് സുഹൃതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മയ്യത്തുകൾ നമ്മുടെ പള്ളിക്കാട്ടുകളിലൊക്കെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ കേട്ട നാമമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങൾ മറവിട്ട് കിടക്കുന്നത് ജന്നത്തുൽ മുഅല്ലയിൽ മറവിട്ട് കിടക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഹദറത്തിലേക്ക് നമ്മുടെ കേരളക്കരയിൽ എന്നല്ല, കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനങ്ങൾ തുടങ്ങുമ്പോൾ ഓതുന്ന ഒരു ഫാത്തിഹയും അത് അവസാനിക്കുമ്പോൾ ചെല്ലുന്ന 3 സ്വലാത്തിന്റെയും മിഥില സവാബ് കടന്നു ചെല്ലുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഖബറിലേക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെട്ടു പോയ, നമ്മൾ ഈ ജീവിതം അവസാനിച്ച് 6 അടി മണ്ണിലേക്ക് കടന്നുപോയ, ഖുർആൻ എന്താണെന്നറിയാം, അല്ലാഹ് ആരാണെന്നറിയാത്ത മക്കൾക്ക് നമ്മൾ കൊടുത്ത 500 രൂപ കൊണ്ട്, നമ്മൾ നൽകിയ ഈ സേവനങ്ങൾ കൊണ്ട്, നമ്മൾ ചെയ്ത ഈ സ്വതക്ക കൊണ്ട്, നമ്മൾ ഒരുക്കി കൊടുത്ത സൗകര്യങ്ങൾ കൊണ്ട് തൊപ്പിയിട്ട് ഖുർആൻ പാരായണം തല മുതൽ ഇങ്ങനെ പഠിച്ചു വരുന്ന, നിസ്കാരം പഠിച്ചു വരുന്ന ആ മക്കൾ ചെയ്യുന്ന, അവര് പഠിക്കുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖബറുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഉസ്താദ് പറയുന്നുണ്ട്, നിയ്യത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ എന്ന്. നമ്മൾ എന്ത് നിയ്യത്ത് വെച്ചാണോ, നമ്മൾ ഏത് നിയ്യത്ത് വെച്ചാണോ ഈ സംരംഭത്തോട് സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ തെരുവോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവിടുത്തെ തെരുവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത് മനസ്സലിയിക്കുന്ന രംഗങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ട ഒരു 2 ജോഡി യൂണിഫോമിന് നമുക്ക് ചെലവാകുന്ന സമ്പത്താണ് ഈ 500 രൂപ എന്ന് പറയുന്നത്. അവർക്ക് ഒരു മാസത്തെ ബസ് ഫീസ് എത്രയാണ്? അവർക്കൊരു പഠിക്കാനുള്ള ബാഗ് വാങ്ങണമെങ്കിൽ അതിലേക്കുള്ള പുസ്തകങ്ങൾ, അവർക്കുള്ള ഒരു മാസത്തെ ചെലവുകൾ, നമ്മുടെ ചെലവുകളൊന്നും ഒഴിച്ചു കൂട്ടിയാൽ
എത്രയോ ആയിരങ്ങൾ, രണ്ടായിരങ്ങൾ, ആയിരക്കണക്കിന് സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നവരാണ്. വേണ്ട എന്നല്ല. അതേസമയം അള്ളാഹാരാണെന്നറിയാം, നിസ്കരിക്കാൻ അറിയാത്ത 80 വയസ്സായ ഒരു ഉമ്മ പരിശുദ്ധമായ ഖുർആനിന്റെ ഫാത്തിഹ ഇന്നാണ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 79 കൊല്ലം ആ യുവതി നിസ്കരിക്കുമ്പോ എന്തോതിയിട്ടായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാകും. 60 വയസ്സുള്ള ഒരു ഉമ്മ നിസ്കാരം പഠിക്കുന്നത് ഇന്നാണ് എങ്കിൽ ഈ 60 കൊല്ലം നിസ്കരിക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കാനാണ്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് നമ്മൾ ചെയ്തു കൊടുത്തത് എന്ന ഏറ്റവും വലിയ ദൗത്യം മനസ്സിലാക്കുക. അവിടെ ചെന്ന് നമ്മളൊരു വലിയ സൗകര്യങ്ങളൊന്നുമല്ല, അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സൗകര്യങ്ങളിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുകയാണ്. ഒരു ഡർക്കായ കൊണ്ടോ ഒരു പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊണ്ടോ നമ്മൾ 4 പുറവും മറച്ച് മുകളിൽ അതിലേക്ക് സൂര്യന്റെ വെളിച്ചം വരാത്ത രൂപത്തിൽ അത് മനോഹരമായി സംവിധാനിച്ച് ആ മക്കൾക്ക് ഖുർആൻ എന്താണ്, അല്ലാഹ് എന്താണ് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ദൗത്യത്തിലേക്കാണ് നിങ്ങൾ സംഭാവന ചെയ്തത്. അതുകൊണ്ടുള്ള നേട്ടവും ഞാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നൽകിയതും നാം നൽകാനിരിക്കുന്നതുമായ എല്ലാ സ്വതക്കകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ പക്കൽ നിന്ന് അവർക്ക് നൽകുന്ന ഒരു സ്വതക്കയാണ്. ഇന്ന് ദഅവത്തിന്റെ പിരിവുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ അതിലേക്കൊക്കെ സഹകരിക്കണം. എല്ലാവരും ആ കാര്യങ്ങളിലേക്കൊക്കെ സഹകരിക്കണം. ഈ ഒരു 50,000 രൂപ നിങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന കാലഘട്ടത്തിൽ അത് തരും എന്നും പറഞ്ഞു അറിയിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അവിടെ വരണം, അത് പോയി കാണണം, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.